കൈക്കൂലിക്കാരായ സഹപ്രവർത്തകരുടെ പേരുകൾ വിജിലൻസിനോട് വെളിപ്പെടുത്തി പിടിയിലായ സ്വപ്ന. കുടകിൽ മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. കുടുംബ വഴക്കിനെ തുടർന്ന് മകനെ കുത്തിക്കൊന്ന് അച്ഛൻ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. ₹15,000 കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായ കൊച്ചി കോർപ്പറേഷനിലെ വനിതാ ഓവർസിയർ സ്വപ്ന കൈക്കൂലിക്കാരായ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ പേരുകൾ വിജിലൻസിന് കൈമാറി. കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരിലും ഹെൽത്ത് ഇൻസ്പെക്ടർമാരിലും നിരവധി കൈക്കൂലിക്കാരുണ്ട് എന്നാണ് സ്വപ്ന ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം സ്വപ്നയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വിജിലൻസ്. കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരിൽ കൈക്കൂലി വാങ്ങുന്നത് താൻ മാത്രമല്ലെന്നും നിരവധി കൈക്കൂലിക്കാർ വേറെയുമുണ്ടെന്നാണ് സ്വപ്നയുടെ മൊഴി. പ്രതിമാസം തന്നേക്കാളധികം തുക കൈക്കൂലിയായി കൈപ്പറ്റുന്നവരാണ് മറ്റു പല ഉദ്യോഗസ്ഥരും. തനിക്കറിയാവുന്ന കൈക്കൂലിക്കാരുടെ പേരുവിവരങ്ങളും സ്വപ്ന വിജിലൻസിന് കൈമാറി. ഇവരിൽ പലരും വിജിലൻസിന്റെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നേരത്തെ തന്നെ ഇടം പിടിച്ചവരാണ്. കൈക്കൂലി നേരിട്ട് വാങ്ങാതെ ഏജന്റുമാർ വഴിയാണ് കൈപ്പറ്റിയിരുന്നത്. ഇതിൽ പലരും പലപ്പോഴും സമർത്ഥമായി വിജിലൻസിന്റെ പിടിയിലാകാതെ കൈക്കൂലി വാങ്ങിക്കൊണ്ടിരുന്നവരാണ്. 5 നില കെട്ടിടത്തിന്റെ പ്ലാൻ അംഗീകരിക്കാൻ ₹15,000 കൈക്കൂലി വാങ്ങുമ്പോൾ ബുധനാഴ്ചയാണ് വൈറ്റില പൊന്നുരുന്നിയിൽ വെച്ച് കൊച്ചി സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്ന പിടിയിലാകുന്നത്. വൻ തുകകൾ കൈക്കൂലിയായി വാങ്ങിയ ഉദ്യോഗസ്ഥർ വീതിച്ചെടുത്തിരുന്നതായും പരാതികൾ ഉയർന്നിരുന്നു. സ്വപ്ന നൽകിയ മുഴുവൻ ബിൽഡിംഗ് പെർമിറ്റുകളും വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു. നിയമാനുസൃതമായാണോ പെർമിറ്റുകൾ അനുവദിച്ചിരുന്നതെന്നും പരിശോധിക്കുന്നുണ്ട്. ജനം, കൊച്ചി. തിരുവനന്തപുരത്ത് അച്ഛൻ മകനെ കുത്തിക്കൊന്നു. നെയ്യാറ്റിൻകര അമ്പൂരിയിലാണ് സംഭവം. കുന്നത്തുമല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം. തിരുവനന്തപുരം അമ്പൂരി കുന്നത്തുമല സ്വദേശി മനോജിനെയാണ് അച്ഛൻ വിജയൻ കറിക്കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത്. വസ്തുതർക്കത്തെ തുടർന്നുള്ള കുടുംബ വഴക്കാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കൊലപാതകത്തിനു ശേഷം അച്ഛൻ വിജയൻ കാരക്കുഴി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിലെത്തി കീഴടങ്ങി. നിലവിൽ നെയ്യാദാം പോലീസ് കസ്റ്റഡിയിലാണ്. മനോജിനെ നാട്ടുകാർ ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മനോജിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ജനം, തിരുവനന്തപുരം. കുടകിൽ എസ്റ്റേറ്റ് ഉടമ കണ്ണൂർ സ്വദേശി പ്രദീപിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശികളായ 5 പേരെ ഗുണികൊപ്പ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടക് സ്വദേശികളായ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിഷറ്റിഗേരിയിലെ സ്വന്തം കാപ്പിത്തോട്ടത്തിലെ ഫാം ഹൗസിലാണ് ഏപ്രിൽ 23-ന് പ്രദീപിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പൊന്നമ്പേട്ട മുകുട്ടേരിയിലെ NS അനിൽ, സോമവാർപേട്ടയിലെ ദീപക്, സ്റ്റീഫൻ ഡിസൂസ, HM കാർത്തിക്, പൊന്നമ്പേട്ട നല്ലൂരിയിലെ TS ഹരീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച 2 ബൈക്ക്, 13 ലക്ഷം രൂപ, കൊല്ലപ്പെട്ട പ്രദീപിൻ്റെതടക്കം 3 മൊബൈൽ ഫോൺ, പ്രദീപിന്റെ സ്വത്തുക്കളുടെ രേഖകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. കേസിലെ 1-ാം പ്രതിയായ അനിൽ നാട്ടിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ജോലിയും തൊഴിലും സ്വത്തുമില്ലാത്തതിനാൽ പെൺകുട്ടിയുടെ കുടുംബം വിവാഹാലോചന നിരസിച്ചു. ഇതിനെ തുടർന്ന് പെട്ടെന്ന് പണവും സ്വത്തും സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടകിൽ എസ്റ്റേറ്റും ബിസിനസ്സുമുള്ള പ്രദീപിനെ കൊലപ്പെടുത്തി പണം കണ്ടെത്താൻ തീരുമാനിച്ചത്. കാപ്പിത്തോട്ടം വാങ്ങാനെന്ന വ്യാജേന പ്രദീപുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷമാണ് കൊല നടത്തിയത്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ജനം, കണ്ണൂർ. കായംകുളത്ത് CPI ലോക്കൽ സമ്മേളനത്തിൽ ബഹളവും കയ്യാങ്കളിയും. CPI കായംകുളം ടൗൺ സൗത്ത് ലോക്കൽ സമ്മേളനത്തിലാണ് ബഹളവും കയ്യാങ്കളിയും അരങ്ങേറിയത്. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയും മഹിളാ സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗവും ഉൾപ്പെടെ 12 പേർ സംഘർഷത്തെ തുടർന്ന് CPIയിൽ നിന്നും രാജിവെച്ചു.
കായംകുളം സഹകരണ ബാങ്കിലെ പ്യൂൺ നിയമനവുമായി ബന്ധപ്പെട്ട് CPIക്കുള്ളിൽ നിലനിന്നിരുന്ന തർക്കമാണ് കായംകുളം ടൗൺ സൗത്ത് ലോക്കൽ സമ്മേളനത്തിൽ കയ്യാങ്കളിയിൽ കലാശിച്ചത്. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ഷമീർ റോഷന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാർട്ടിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും നടക്കുന്നുവെന്ന് ആരോപിച്ച് നേരത്തെ ഇവർ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചാണ് ഇവർ ഇറങ്ങിപ്പോയത്. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ഷമീർ റോഷന് നിയമനം നിഷേധിച്ചുവെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. ഇത് സമ്മേളനത്തിൽ ഉന്നയിച്ചപ്പോഴാണ് തർക്കവും കയ്യാങ്കളിയും ഇറങ്ങിപ്പോക്കുമുണ്ടായത്. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയും മഹിളാ സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗവും ഉൾപ്പെടെ 12 പേർ CPIയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. ജനം, ആലപ്പുഴ. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവതിയുടെ മരണം സംബന്ധിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. പെൺകുട്ടിയുടെ ആൺസുഹൃത്തായിരുന്ന അനൂപ് മാത്രമാണ് കേസിൽ പ്രതി. സംഭവ ദിവസം പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ നിർണായകമായെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വെള്ളിയാഴ്ചയാണ് ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 120 പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. പെൺകുട്ടിയുടെ ആൺസുഹൃത്തായിരുന്ന അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ, ബലാത്സംഗ ശ്രമം, ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സംഭവ ദിവസം പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാകുമെന്ന് പോലീസ് വിലയിരുത്തുന്നു. പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, ബെൽറ്റ്, ഷോൾ എന്നിവ തെളിവുകളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ജനുവരി 26-നായിരുന്നു പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ വീട്ടിൽ കണ്ടെത്തിയത്. യുവാവിന്റെ ആക്രമണത്തിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടി 2 ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. ജനം, കൊച്ചി. തിരികെ കാക്കിയിലേക്ക്. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയതായി സംശയം. തിരുവനന്തപുരം പാറശാല സ്വദേശി ഹാൾ ടിക്കറ്റിൽ തിരിമറി നടത്തിയെന്നാണ് സംശയം. നീറ്റ് ഒബ്സർവറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട തൈക്കാവ് VHSS പരീക്ഷാ സെന്ററിലാണ് വിദ്യാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് സംബന്ധിച്ച് സംശയമുണ്ടായത്. ഹാൾ ടിക്കറ്റിൽ 2 ഇടങ്ങളിലെ വ്യത്യസ്ത പേരുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നീറ്റ് ഒബ്സർവറിന്റെ പരാതിയിൽ പോലീസ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തെ അക്ഷയ സെന്ററിൽ നിന്നാണ് വിദ്യാർത്ഥി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെന്ന മൊഴി. ഇക്കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അഭിറാം എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ ഹാൾ ടിക്കറ്റിനകത്ത് ഈ ജിത്തു എന്ന് പറയുന്ന പയ്യൻ്റെ ആദ്യത്തെ പോർഷൻ ജിത്തുവിൻ്റെയും രണ്ടാമത്തെ പോർഷൻ അഭിറാമിൻ്റെയുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ച സമയത്ത് ഒരു അക്ഷയ സെൻറ്ററിൽ നിന്ന് അവർ അഡ്മിറ്റ് കാർഡ് എടുക്കുകയും അത് ഈ പയ്യൻ്റെ അമ്മയുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്ത് അവർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത് ഇതുവരെയുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ അക്ഷയ സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രമേ ഇതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും വിദ്യാർത്ഥി ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ജനം, പത്തനംതിട്ട. ബംഗളൂരുവിൽ ബജ്രംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തേജസ്വി സൂര്യ MP കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചു. നേരത്തെ സമാന സംഭവങ്ങളിൽ PFIയുടെ പങ്ക് വളരെ വ്യക്തമായിരുന്നു. സുഹാസ് ഷെട്ടിയുടെ മരണത്തിലും സംശയം നിലനിൽക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. നീതിയുക്തവും സുതാര്യവുമായ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വരണമെന്നാണ് ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേർ അറസ്റ്റിലായതായി കർണാടക ആഭ്യന്തരമന്ത്രി ഇന്നലെ അറിയിച്ചിരുന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 446 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. ഇന്ന് പുലർച്ചെ 4 മണിയോടെ പാലക്കാട് പെരുമാട്ടി സ്വദേശി നാനീഷിന്റെ വീട്ടിൽ 15 കന്നാസുകളിലായി സൂക്ഷിച്ച സ്പിരിറ്റാണ് എക്സൈസ് പിടികൂടിയത്.
വീടിനോട് ചേർന്ന് നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ നിന്നും 360 ലിറ്റർ കള്ളും എക്സൈസ് കണ്ടെടുത്തിരുന്നു. സംഭവത്തിൽ നാനീഷിനെയും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രാധാകൃഷ്ണനെയും അറസ്റ്റ് ചെയ്തു. ആലുവയിൽ ബാർ ജീവനക്കാരനെ 3 അംഗ സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചു. ബാറിലെ ജീവനക്കാരനായ ഗണേശനാണ് കുത്തേറ്റത്. രാത്രി മദ്യപിക്കാനെത്തിയ 3 അംഗ സംഘത്തോട് ബാറിന്റെ പ്രവർത്തന സമയം അവസാനിപ്പിക്കേണ്ടതിനാൽ പുറത്തിറങ്ങാൻ നിർബന്ധിച്ചതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. സംഭവത്തിൽ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ തുടരന്വേഷണം മരവിപ്പിച്ച് വനവകുപ്പ്. പുലിപ്പല്ല് കൈമാറിയ ആൾക്കെതിരെയും മൃഗവേട്ട കുറ്റത്തിലും തുടരന്വേഷണമില്ല. ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടിന് അനുകൂലമായ നിലപാടിലേക്ക് വനമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെല്ലാം മാറിയതോടെ പുലിപ്പല്ല് കേസ് പുലിവാലാകാതെ നോക്കുകയാണ് വനവകുപ്പ്. നിലവിൽ ചുമത്തിയ വകുപ്പുകളിൽ കേസ് നിലനിൽക്കുമെങ്കിലും കൂടുതൽ അന്വേഷണത്തിലേക്കോ തെളിവ് ശേഖരണത്തിലേക്കോ വനം വകുപ്പ് കടക്കില്ല. മൃഗവേട്ടയടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരുന്നെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പിടിച്ചെടുത്തത് പുലിപ്പല്ലാണെന്ന് തെളിയിക്കാവുന്ന ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കാത്തതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പെരുമ്പാവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വേടന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നത്. വേടനെതിരെ വനംവകുപ്പ് കടുത്ത നടപടികളിലേക്ക് കടന്നതിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ പുലിപ്പല്ല് കേസിൽ പുലിവാല് പിടിക്കാനില്ലെന്ന നിലപാടിലേക്ക് ഉദ്യോഗസ്ഥരും മാറി. തുടർന്ന് എന്ത് നീക്കങ്ങൾ നടത്തിയാലും സർക്കാരോ വനം വകുപ്പോ പിന്തുണയ്ക്കില്ലെന്നും ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ഇതോടെ വേടന് പുലിപ്പല്ല് നൽകിയ ശ്രീലങ്കൻ വംശജൻ രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്തലും സമൻസ് നൽകി ചോദ്യം ചെയ്യലും നീണ്ടുപോകും. പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനുമായിട്ടില്ല. ജനം, കൊച്ചി. ലഹരിക്കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ റാപ്പർ ഗായകൻ വേടൻ വീണ്ടും സർക്കാരിന്റെ പരിപാടിയിൽ. ഇടുക്കിയിൽ നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് നാളെ വേടന്റെ ഷോ. കഞ്ചാവ് കേസിനെ തുടർന്ന് മേളയിലെ വേടന്റെ പരിപാടി സംഘാടകർ നേരത്തെ റദ്ദു ചെയ്തിരുന്നു. നാളെ വൈകിട്ട് 7 മണിക്ക് വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് വേടന്റെ റാപ്പ് ഷോ. ഇടുക്കി ചെറുതോണിയിൽ നടക്കുന്ന എൻ്റെ കേരളം പരിപാടിയിൽ റാപ്പർ വേടൻ പരിപാടി അവതരിപ്പിക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ 29-നാണ്. എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവുമായി 28-ന് വേടനെ പിടികൂടിയതോടെ ഈ പരിപാടി റദ്ദാക്കിയിരുന്നു. പോലീസും വനവകുപ്പും എടുത്ത കേസിന് പിന്നാലെ വേടന് ലഭിച്ചത് വലിയ ജനപിന്തുണയാണ്. പുലിപ്പല്ല് കേസിൽ തിടുക്കപ്പെട്ടുള്ള വനവകുപ്പിന്റെ നടപടിയിൽ വലിയ വിമർശനവും നേരിട്ടു. ഇതിന് പിന്നാലെയാണ് എൻ്റെ കേരളം പ്രദർശനമേളയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേടന് വീണ്ടും ക്ഷണം കിട്ടിയത്. ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം നൽകുന്ന സർക്കാരാണ് ലഹരിക്കേസിൽ അറസ്റ്റിലായ വ്യക്തിയെ തന്നെ പരിപാടി അവതരിപ്പിക്കാനായി ക്ഷണിച്ചിരിക്കുന്നത്. ഇതിനിടെ വേടനെ അനുകൂലിച്ച് CPM CPI സംസ്ഥാന സെക്രട്ടറിമാരും രംഗത്തെത്തി. വേടനെ വേട്ടയാടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വേടൻ പാടിയതും പറഞ്ഞതുമെല്ലാം അനുഭവത്തിൽ നിന്നാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു. വേടന്റെ റാപ്പ് ഷോ മുൻനിർത്തി പരിപാടിക്ക് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജനം, ഇടുക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപകടത്തിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അതേസമയം പുകയ്ക്ക് കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പ്രാഥമിക റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. വിവിധ വകുപ്പുകളുടെ പരിശോധനയും അന്വേഷണവും സമാന്തരമായി തന്നെ തുടരുകയുമാണ്. അത്യാഹിത വിഭാഗത്തിലെ CPU യൂണിറ്റിൽ തീപിടുത്തമുണ്ടാകാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് ആണെന്നാണ് കണ്ടെത്തൽ. ഷോർട്ടേജ് കാരണം ഒരു ബാറ്ററി ചൂടായി പൊട്ടിത്തെറിച്ചു. തുടർന്ന് തീ പടർന്ന് മറ്റു ബാറ്ററികളും പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇങ്ങനെ 34 ബാറ്ററികളാണ് കത്തി നശിച്ചത്. ലെഡ് ആസിഡ് ബാറ്ററികളാണ് പൊട്ടിത്തെറിച്ചത്. ബാറ്ററി സൂക്ഷിച്ച റൂമിൽ തീ പടർന്നതാണ് കെട്ടിടത്തിൽ നിറയെ പുക പടരാൻ കാരണമായതെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്ററിന്റെയും ജില്ലാ ഫോറൻസിക് വിഭാഗത്തിന്റെയും പരിശോധന തുടരുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജീവനക്കാരുടെ മൊഴിയെടുക്കും. CCTV ദൃശ്യങ്ങളും റെക്കോർഡുകളും പരിശോധിക്കും. അതേസമയം അത്യാഹിത വിഭാഗം പഴയ കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചു. ജനം, കോഴിക്കോട്.
വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നതിൽ ആശങ്കയേറുകയാണ്. നായയുടെ കടിയേറ്റ് മരണപ്പെടുന്നതിൽ കുട്ടികളുമുണ്ടെന്നതാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണം. വാക്സിൻ സൂക്ഷിക്കുന്ന കോൾഡ് സ്റ്റോറേജുകളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യവും ശക്തമായി കഴിഞ്ഞു. അതേസമയം പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SCT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 8 വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മുമ്പൊന്നുമില്ലാത്ത വിധം നായകളുടെ ആക്രമണം പെരുകുന്ന കാലത്ത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നതിലാണ് ജനങ്ങൾക്ക് ആശങ്ക. വാക്സിന്റെ ഗുണനിലവാരം, വാക്സിൻ സൂക്ഷിക്കുന്നതിൽ അപാകത വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ 12 പേവിഷബാധ മരണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. ഇതാണ് ആശങ്കയ്ക്ക് കാരണം. വാക്സിൻ സൂക്ഷിക്കുന്ന കോൾഡ് സ്റ്റോറേജുകളിലെ അപാകതകളും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 3 മുതൽ 8 ഡിഗ്രി വരെ സെൽഷ്യസിൽ സൂക്ഷിക്കേണ്ട ആന്റി റാബിസ് വാക്സിൻ ഊഷ്മാവിലെ ചെറിയ വ്യത്യാസം പോലും ഗുണനിലവാരത്തെ ബാധിച്ചേക്കാം. ഇതാണ് പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും മരണം സംഭവിക്കാൻ കാരണമായി വിലയിരുത്തുന്നത്. വാക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു. മലപ്പുറത്ത് പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരുടെ മരണം സംബന്ധിച്ച് ഒരാഴ്ച പിന്നിടുന്നതിനിടയിലാണ് കൊല്ലത്ത് 8 വയസ്സുകാരിക്കും പേവിഷബാധ സ്ഥിരീകരിച്ചത്. നിലവിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന 8 വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് കുട്ടിക്ക് നായയുടെ കടിയേറ്റത്. 1 ഡോസ് വാക്സിൻ മാത്രം അവശേഷിക്കെ ഏപ്രിൽ 28-ാം തീയതി കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ജനം, തിരുവനന്തപുരം. ഇന്നത്തെ കാക്കിയുടെ പൂർണ്ണമാവുകയാണ്. കാക്കി സൈനിങ് ഓഫ് KP.